മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM ഇന്ത്യയിൽ ലീഗലാണ്. പരസ്യങ്ങളില്ലാതെ റെക്കമെൻഡേഷൻ വഴി സാധനങ്ങൾ വിൽക്കുന്ന ഒരു രീതിയാണിത്. നമ്മൾ കൊടുക്കുന്ന പണത്തിന് തുല്യമായ സാധനങ്ങൾ തിരികെ ലഭിക്കുക എന്നതാണ് ഇതിൻ്റെ നിയമം. ഇത് മറ്റൊരു വ്യക്തിക്ക് റെഫർ ചെയ്യുന്നയാൾക്ക് ചെറിയ കമ്മീഷനും ലഭിക്കുന്നു. എന്നാൽ ഇതേ മെത്തേഡ് സാധനങ്ങളില്ലാതെ ആളുകളെ ചേർത്ത് പണം വാങ്ങുകയാണെങ്കിൽ അത് മണി ചെയിനായി മാറുന്നു. ഇവിടെ 10,000 രൂപ കളക്ട് ചെയ്യുമ്പോൾ അവരുടെ കൂപ്പണുകളാണ് പകരം നൽകുന്നത്. അതുകൂടാതെ വർഷത്തിൽ 3 ഇരട്ടി ലാഭവും റെഫറൽ കമ്മീഷനും വാഗ്ദാനം നൽകുന്നു. അതെ, ഇതാണ് മണി ചെയിൻ മെത്തേഡ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 to 7%, PPF 7 to 8%, മ്യൂച്വൽ ഫണ്ടുകൾ 12 to 15% മാത്രം റിട്ടേൺ തരുന്നിടത്ത് ഹൈറിച്ച് പോലുള്ള മണി ചെയിൻ കമ്പനികൾ 300% റിട്ടേൺ ഓഫർ ചെയ്യുന്നു. ഇത്രയും പണം കമ്പനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയാൻ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? പണത്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇങ്ങനെയുള്ള കമ്പനികളുടെ വളർച്ചയ്ക്കും നമ്മുടെ തകർച്ചയ്ക്കും കാരണം. റോബ് ടോം ടു പേ ജെറി. നമുക്ക് ഈ മെത്തേഡിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാം. താഴെയുള്ളവരുടെ പണം മുകളിലുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നതാണ് മണി ചെയിൻ വർക്കിംഗ് മെത്തേഡ്. താഴെയുള്ളവർക്ക് പണം ലഭിക്കണമെങ്കിൽ അവർക്കു താഴെ ആളുകളെ ചേർക്കേണ്ടതുണ്ട്. ആ ചെയിൻ താഴേക്ക് പോകുന്തോറും വലിയ നെറ്റ്വർക്ക് ആയി മാറുന്നു. മണി ചെയിനിൽ ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്, ഹൈ പ്രോഫിറ്റ്, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രോഫിറ്റ്. രണ്ടാമത്, വെരി ഇന്നോവേറ്റീവ് ഐഡിയ, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വിധത്തിലുള്ള ഒരു പുതിയ ബിസിനസ് ആശയമാണ് അവർ കണ്ടെത്തുക. മൂന്നാമത്, കളക്ടിംഗ് മണി ഡയറക്ട്ലി ടു ദ കമ്പനി അക്കൗണ്ട്, പദ്ധതിയിൽ ചേരുന്ന ആളുകളിൽ നിന്ന് ഡയറക്റ്റ് കമ്പനി അക്കൗണ്ടിലേക്ക് പണം സമാഹരിക്കുക. നാലാമത്, മോർ റിട്ടേൺ ഓൺ യുവർ റെഫറൽസ്, റെഫർ ചെയ്യുന്നതിൽ ഊന്നൽ നൽകുന്നു. 5, ഷോയിങ് ഏർലി അഡാപ്റ്റേഴ്സ് പ്രോഫിറ്റ്, ആദ്യം ചേർന്നവരുടെ ലാഭം കാണിച്ച് ആളുകളെ വശീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു മണി ചെയിൻ പ്ലാനുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. AI ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 35% റിട്ടേൺസ് മന്ത്ലി തരും. 5 പേർക്ക് റെഫറൽ ചെയ്താൽ 50% റിട്ടേൺസ് തരും എന്നതാണ് എൻ്റെ പ്ലാൻ. ഇതിൽ നിങ്ങൾ ചേർന്നാൽ ആദ്യത്തെ മാസം A എന്നൊരാൾ തന്ന 1 ലക്ഷം എനിക്ക് കിട്ടി. രണ്ടാമത്തെ മാസം A 5 പേരെ ചേർത്തു. 5 ലക്ഷം പ്ലസ് Aയുടെ 50%, അതായത് 5.5 ലക്ഷം എൻ്റെ കയ്യിലായി. മൂന്നാം മാസം ഈ 5 പേർ 5 പേരെ വീതം ചേർത്താൽ 25 ലക്ഷം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുകളിലുള്ളവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇത് വിശ്വസിച്ച് അറിവില്ലാതെ പോയി ചേരുന്ന സാധാരണക്കാരൻ ഉള്ളതൊക്കെ ഇല്ലായ്മയിലേക്ക് സമർപ്പിക്കുന്നു. മണി ചെയിൻ പൊട്ടാനുള്ള കാരണങ്ങൾ നോക്കാം. പുതിയ ഇൻവെസ്റ്ററെ കിട്ടാതായാൽ, കൂടുതൽ പേർ പണം പിൻവലിച്ചാൽ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ. പോൺസി സ്കീം എന്നാണ് ഈയൊരു മെത്തേഡിനെ അറിയപ്പെടുന്നത്. 1920-ൽ അമേരിക്കയിൽ $20 മില്യൺ തട്ടിപ്പോടുകൂടിയാണ് മണി ചെയിൻ്റെ തുടക്കം. മണി ചെയിൻ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളവും പുറകിലല്ല. കേരളത്തിൽ തന്നെ ആട് തേക്ക് മാഞ്ചിയും കോഴിക്കോട്ടാണെങ്കിൽ ടോട്ടൽ ഫോർ യു എന്നതിലൂടെ തിരുവനന്തപുരത്ത് 20 വയസ്സുകാരൻ തട്ടിയെടുത്തത് 200 കോടി രൂപയാണ്. മലപ്പുറത്ത് മോറിസ് കോയിൻ തട്ടിയത് 1200 കോടി രൂപയാണ്. തൃശ്ശൂരിൽ പ്രവീൺ റാണ, MTFE, ഇപ്പോൾ ഇതാ ഹൈറിച്ച്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, കമ്മ്യൂണിറ്റികളിൽ ഫൈനാൻഷ്യൽ നോളജ് പഠിപ്പിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇനിയും ഈ കഥ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.